വിസ്മയത്തിൻ്റെയും കൗതുകത്തിൻ്റെയും കലയാണ് സിനിമ. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അത്ഭുതത്തിൻ്റെ പരിവേഷമുണ്ട്. സിനിമാ ലോകത്തിലെ കളിയും കാര്യവും കൗതുകവും ഒപ്പം ചരിത്ര മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഒരു ദൃശ്യ അനുഭവമിതാ സിനിച്ചിത്രത്താഴ്. ചലച്ചിത്ര ലോകത്തെ കൗതുകങ്ങളുടെ താഴ് തുറക്കുന്ന സിനിച്ചിത്രത്താഴിലേക്ക് സ്വാഗതം. സിനിച്ചിത്രത്താഴിൽ പതിവ് പോലെ ആദ്യം കൗതുകച്ചെല്ലം. ചെറുപ്പക്കാർ കാലാകാലങ്ങളിൽ ഭാഷയ്ക്ക് പുതിയ വാക്കുകൾ സമ്മാനിക്കാറുണ്ട്. ചെത്ത്, വീശ്, ഇടിവെട്ട്, വെടിച്ചില്ല്, കട്ടപ്പുക, കട്ടേമ്പൊളവും ഇങ്ങനെ പോകുന്നു ആ പുതിയ പദപരമ്പര. സിനിമയിലും ഇത്തരം പുതിയ ശൈലികളും വാക്കുകളും ഉണ്ടാവാറുണ്ട്. നവതരംഗം അഥവാ ന്യൂ വേവ്, ന്യൂ ജനറേഷൻ എന്നീ പദങ്ങളാണ് അടുത്ത കാലത്തായി കൂടുതലും കേൾക്കുന്നത്. വാക്കേതായാലും നല്ല സിനിമയെന്നേ അർത്ഥമുള്ളൂ. അടുത്ത കാലത്തിറങ്ങിയ പല പുതിയ പടങ്ങളും അത് ശരിയാണെന്ന് തെളിയിക്കുന്നുമുണ്ട്. വാനം നീലയാണ് ബായ്, പാലം തൂണിലാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്. വാനം നീലയാണ് ബായ്, പാലം തൂണിലാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്. മലയാളത്തിലെ നവസിനിമയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. വെറും ഒരാളല്ല, ഒരു പ്രസ്ഥാനമാണ്. എല്ലാ കാലത്തും നമ്മുടെ പുതിയ സിനിമയുമായി സഹകരിക്കാൻ അവസരം കിട്ടിയ വ്യക്തി. ഓരോ കാലത്തുമുള്ള വഴിത്തിരിവ് ചിത്രങ്ങളിൽ ആ സാന്നിധ്യത്തിൻ്റെ ശക്തി നാം അറിഞ്ഞിട്ടുണ്ട്. ചെമ്മീനിൽ തുടങ്ങാം. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ ആദ്യമായി മലയാളത്തിലെത്തിച്ച ചെമ്മീൻ 1960കളിലെ നവതരംഗ സിനിമയാണ്. മധുരം തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ. രാമു കരിയാടിൻ്റെ ചെമ്മീനിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ കലാകാരന്. PN മേനോൻ്റെ ഓളവും തീരവുമാണ് അടുത്ത ചിത്രം. വാതിൽപ്പുറ ചിത്രീകരണത്തിൻ്റെ, അതായത് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൻ്റെ എല്ലാ സൗകുമാര്യതകളും ഒപ്പിയെടുത്ത ഓളവും തീരവും ആ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു. MDയുടെ രചനയിൽ PN മേനോൻ സൃഷ്ടിച്ച ആ ചിത്രത്തിൽ നമ്മുടെ കഥാനായകൻ സുപ്രധാന പങ്കാണ് വഹിച്ചത്. അടുത്തത് സ്വയംവരമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ചലച്ചിത്രകാരൻ്റെ വിളംബരമായിരുന്നു സ്വയംവരം. ഇന്ത്യൻ സിനിമയിൽ തന്നെ പുതിയൊരു ഭാവുകത്വത്തിന് കാരണമായ ആ നവസിനിമയിലും നമ്മുടെയാൾ സുപ്രധാനമായ സ്ഥാനത്തുണ്ടായിരുന്നു. ആരെന്ന് ക്ലിയറായില്ലേ? പിന്നെ ആ നോവൽ കൊണ്ടുപോയിട്ട് എന്തായി? എന്നോട് എന്തിനാ മറയ്ക്കുന്നത്? സീരിയൽ വായിച്ചു. ഞാൻ വായിക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ എന്നോട് പറയുക പോലും ചെയ്യാത്തത്? എനിക്ക് തന്നെ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്തപ്പോ പേരെനിക്കിഷ്ടപ്പെട്ടു. നല്ല പേരാ. എന്റെ നായിക ഇഷ്ടപ്പെട്ടു. കൊള്ളാം. പക്ഷേ ഒടുവിൽ അവൾ മരിക്കണ്ടായിരുന്നു. അപ്പൊ നീ പറയുന്നത് ചില പഴയ സിനിമയിലെ പോലെ കല്യാണവും കഴിച്ച് സസുഖം നീണോൾ വരണമെന്നാണ്? ഏയ്, ഞാൻ വിമർശനം ഒന്നും പറഞ്ഞതല്ലപ്പാ. മലയാള സിനിമയിലെ ആദ്യത്തെ 70mm ചിത്രമായ പടയോട്ടത്തിലും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കണ്ടറിഞ്ഞു. നിങ്ങളാണല്ലേ പേര് കേട്ട തമ്പാൻ, പണം കൊടുത്ത് എന്തും നേടിയെടുക്കുന്ന തമ്പാൻ. കൊള്ളച്ചതി കൊണ്ട്
കമ്മാരനെയും കുറുപ്പിനെയും എനിക്കെതിരാക്കിയ തമ്പാൻ ഇപ്പോൾ എന്റെ മകനെ അപമാനിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ പോരിനെ വിളിക്കുന്നു. എനിക്കും എന്റെ നാട്ടിന് നേരിട്ട നാണക്കേട് നിന്റെ ചോര കൊണ്ട് ഞാൻ കഴുകും. നിങ്ങളാണല്ലേ നാട് വാഴും തമ്പുരാൻ. വാളെടുത്ത് പൊരുതിയ ശീലം നിങ്ങൾക്കുണ്ടോ? മാറ്റാന മറഞ്ഞു നിന്ന് വെട്ടുന്ന മുറയല്ലേ നിങ്ങൾക്കറിയൂ. കഥയും കളിയും കുട്ടികളോട് മതി. വാൾ. കോലത്തിന് നാട് വാഴും ദേവരാജരാജൻ പരദൈവങ്ങളെ സാക്ഷി നിർത്തി അംഗം കുറിക്കുന്നു. ഇന്നു തൊട്ടെന്റെ 7-ാം നാൾ പടനിലത്തിൽ വെച്ച് 2-ൽ-1 മരിക്കുന്നത് വരെ പൊരുതും. ഓരോ കാലഘട്ടത്തിലും ഇറങ്ങിയ നവസിനിമയുടെ ഭാഗമാകാൻ ഭാഗ്യമുണ്ടായ ആ കലാകാരൻ മറ്റാരുമല്ല, മലയാള സിനിമാ തറവാട്ടിലെ കാരണവരാണ് ഇന്ന് അദ്ദേഹം. മാനസമൈനി വരൂ മധുരം തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ. ശ്രീ മധു തന്നെ ചെമ്മീൻ, ഓളവും തീരവും, സ്വയംവരം എന്നിങ്ങനെ വഴിത്തിരിവുകളായ സിനിമകളിൽ നായകൻ മധുവാണ്. മലയാളത്തിൽ മറ്റൊരു നടനും കിട്ടാത്ത ഭാഗ്യം. സിനിച്ചിത്രത്താഴ് കാണാം, കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.